കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ സംസ്ഥാനത്ത് സമാന്തര ഭരണത്തിന് ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPIM നേതാക്കളെ തടഞ്ഞാൽ കേരളത്തിൽ ബി.ജെ.പി. നേതാക്കൾ വഴിയിലിറങ്ങി നടക്കില്ലെന്നും കോടിയേരി കോട്ടയത്ത് പറഞ്ഞു. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഉള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ കോടതി മുറിയിൽ സംരക്ഷിക്കാൻ ശ്രമിച്ച ചില അഭിഭാഷകരെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത കോൺഗ്രസിനും ബി.ജെ.പിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. കുമ്മനം രാജശേഖരനും ചെന്നിത്തലയ്ക്കും ഒരേ ഭാഷയും ഒരേ ശബ്ദവുമാണ്. പ്രതിയെ പിടികൂടിയപ്പോൾ ഇവർ നിരാശരായി. ബി.ജെ.പിയുടെ സമാന്തര ഭരണം കേരളത്തിൽ അനുവദിക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അസ്ഥിരീകരിക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരീകരിച്ചുകൊണ്ട് ഒരു സമാന്തര ഭരണം സ്ഥാപിക്കാൻ കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ ഇവിടെ ബി.ജെ.പി. ശ്രമിക്കുകയാണ്. ബി.ജെ.പിയുടെ ആ സമാന്തര ഭരണമൊന്നും ഈ കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് അത്തരം ശ്രമങ്ങളെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുന്നതിന് ചെയ്യും. മോഡി ഭരണത്തിൽ രാജ്യത്ത് നടക്കുന്നത് കോർപ്പറേറ്റ് വൽക്കരണവും വർഗീയവൽക്കരണവുമാണ്. ബി.ജെ.പി. ഭരണത്തിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒക്ടോബർ വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി തിരുനക്കര മൈതാനത്ത് ചുവപ്പ് സേനയുടെ സല്യൂട്ട് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചു. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LDF കൺവീനർ വൈക്കം വിശ്വൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് അരിവില പിടിച്ചു നിർത്തുന്നതിനായി കുറഞ്ഞ വിലയ്ക്ക് ഉള്ള അരി മാർച്ച് 10 മുൻപ് സംസ്ഥാനത്ത് എത്തുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബംഗാളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അരി കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്യും. അതിരപ്പള്ളി പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പുരോഗമിക്കുന്നതായി മന്ത്രി M.M. മണി സഭയെ രേഖാമൂലം അറിയിച്ചു. അരിവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് കൺസ്യൂമർ ഫെഡിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുന്നത്. മാർച്ച് 10 മുമ്പായി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന അരി കൺസ്യൂമർ ഫെഡിന്റെ ഷോറൂമുകളിൽ എത്തിക്കും. ബംഗാളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കുമെന്നും സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു. 2000-ഓളം പുതിയ നീതി സ്റ്റോറുകൾ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. 418 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച കൺസ്യൂമർ ഫെഡിനെ ലാഭത്തിലെത്തിച്ചതായി മന്ത്രി വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ അരിയുടെ വില കൃത്യസമയത്ത് കൊടുക്കാത്തതിനാൽ മില്ലുകൾ കേരളത്തിന് അരി നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. സർ, ഇവരുടെ കാലത്ത് വാങ്ങിയ അരിയുടെ വില പോലും കൊടുക്കാതെ ആ അരി വിറ്റവർ കയറി ഇറങ്ങി നടക്കുകയാണ് സാർ. നമ്മുടെ സംസ്ഥാനത്തോടുള്ള വിശ്വാസ്യത തന്നെ തകർത്ത കൂട്ടാണ് സാർ ഇവര്. അതിരപ്പള്ളി പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി തുടരുകയാണെന്ന് N. ഷംസുദ്ദീൻ MLA ചോദ്യത്തിന് മറുപടിയായി വൈദ്യുതി മന്ത്രി M.M. മണി സഭയെ രേഖാമൂലം അറിയിച്ചു. അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കും എന്ന് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. UDF എടുത്തിട്ടുള്ള തീരുമാനം അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു സമവായവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മന്ത്രി M.M. മണി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DGP TP സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF താവളം വിട്ട് പുതിയ താവളത്തിലേക്ക് സെൻകുമാർ ചേക്കേറുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് ചേർന്നതല്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സഭയിൽ അടിയന്തര പ്രമേയത്തിനിടെയാണ് വിഷയം ചർച്ചയായത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് DGP സെൻകുമാറിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച വിഷയവും സഭയിൽ ഉന്നയിച്ചത്. ഇതിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP സെൻകുമാറിനെ രൂക്ഷമായി വിമർശിച്ചത്. സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയാണ്. DGP സ്ഥാനത്തിന് യോജിക്കാത്തതാണ് സെൻകുമാറിന്റെ പ്രസ്താവന. UDFന്റെ താവളത്തിലല്ല ഇപ്പോൾ സെൻകുമാർ. പുതിയ താവളങ്ങളിലേക്ക് അദ്ദേഹം ചേക്കേറുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സെൻകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് ചേർന്നതല്ല. BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ല. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 171 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുത്തു. ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കാപ്പ ചുമത്തിയെന്ന ആക്ഷേപം സർക്കാരിനെതിരെ ഇല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയില്ല. മാനദണ്ഡപ്രകാരം ഇവർ ഇതിന് അർഹരല്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S. ഷീജ.
UDF സർക്കാരിന്റെ കാലത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഭൂരിഭാഗവും കടലാസിൽ ഒതുങ്ങിയെന്ന് CAGയുടെ വിമർശനം. 2015-16 കാലയളവിൽ മാത്രം 59 പദ്ധതികൾ നടപ്പാക്കിയില്ല എന്ന് CAGയുടെ റിപ്പോർട്ട്. കേന്ദ്ര പദ്ധതിയുടെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമല്ല എന്നും വിമർശനമുണ്ട്. നികുതി ഇതര വരുമാനം വർദ്ധിച്ചെങ്കിലും ശമ്പള പെൻഷൻ വിതരണത്തിലെ ബാധ്യത തുടരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2015-16 സാമ്പത്തിക വർഷം 82 പദ്ധതികളാണ് ബജറ്റിൽ UDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിൽ 59 പദ്ധതികൾ വെറും പ്രഖ്യാപനങ്ങളായി മാറി എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കണ്ടെത്തൽ. കേന്ദ്ര പദ്ധതികൾക്കായി അനുവദിച്ച 4000 കോടി രൂപയിൽ 677 കോടി രൂപയും സംസ്ഥാനം ചെലവാക്കിയില്ലെന്നും സംസ്ഥാന സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് CAG തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. ഇന്ദിര ആവാസ് യോജനയിൽ 234.80 കോടിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 131.58 കോടി രൂപയുമാണ് ചെലവാക്കാത്തത്. റോഡ് നവീകരണ ഇനത്തിൽ 606 കോടി രൂപയും ചെലവാക്കിയിട്ടില്ല. നികുതിയേതര വരുമാനത്തിൽ ഗണ്യമായ വർധനയുണ്ട്. ലോട്ടറി വരുമാനത്തിലെ വർധനവാണ് ഇതിനു കാരണം. എന്നാൽ ശമ്പള പെൻഷൻ ഇനത്തിലുള്ള ബാധ്യത സർക്കാരിന് വർദ്ധിച്ചു വരുന്നു. ശമ്പള ഇനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് സർക്കാരിന് അധികം ചിലവായത് 4569 കോടി രൂപയാണ്. പെൻഷൻ ഇനത്തിൽ 1657 കോടി രൂപയും. സർക്കാർ നൽകിയ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ 76 സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തി. KSEB, വാട്ടർ അതോറിറ്റി, KSRTC എന്നീ സ്ഥാപനങ്ങളാണ് കൂടുതൽ തുക തിരിച്ചടയ്ക്കാനുള്ളത്. ഈ ഇനത്തിൽ ലഭിക്കേണ്ടത് 13,010 കോടി രൂപ. നേരത്തെ കുടിശ്ശിക വരുത്തിയ 16 സ്ഥാപനങ്ങൾക്ക് വീണ്ടും വായ്പ നൽകിയെന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനെ അനുവദിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. പ്രയോജനമില്ലാത്ത പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. ഈ പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനമുണ്ടാകാൻ പോകുന്നില്ല. ഒന്ന്, രണ്ട്, ഈ പദ്ധതിക്ക് ആവശ്യമായ ജലലഭ്യത ഉണ്ട് എന്ന് ആർക്കെങ്കിലും ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? കുമ്മനം രാജശേഖരനും VM സുധീരനും മച്ചമ്പിമാരെ പോലെയാണെന്ന് VS അച്യുതാനന്ദൻ. കുമ്മനം എന്തു പറഞ്ഞാലും സുധീരൻ അത് ഏറ്റുപിടിക്കുന്നു. സുധീരൻ പറയുന്നതിന് കുമ്മനവും മേലൊപ്പ് ചാർത്തുന്നു. സന്ധ്യയായി കഴിഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കളുടെയും ഖദറിൽ കാവി നിറം പടരുന്നുവെന്നും VS നിയമസഭയിൽ പറഞ്ഞു. കൊച്ചിയിൽ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഗോശ്രീ പാലത്തിന് സമീപം കായലിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തി. ഇതിനിടെ പ്രതികളുമായി പോലീസ് അമ്പലപ്പുഴയിലെത്തി തെളിവെടുപ്പ് നടത്തി. സുനിൽകുമാറിന്റെ സുഹൃത്ത് മനുവിന്റെ വീട്ടിൽ നിന്ന് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും പോലീസിന് ലഭിച്ചു. സംഭവത്തിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി പ്രതികളുമായി ഗോശ്രീ പാലത്തിലെത്തി തെളിവെടുപ്പ് നടത്തി. നടിയെ ആക്രമിച്ച ശേഷം മടങ്ങവേ പാലത്തിൽ നിന്നും കായലിലേക്ക് മൊബൈൽ എറിഞ്ഞുകളഞ്ഞതായി മുഖ്യപ്രതി സുനിൽകുമാർ മൊഴി നൽകിയിരുന്നു. പ്രതി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കായലിൽ വിശദമായ തിരച്ചിൽ നടത്തി. ഇതിനായി നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം പോലീസിന് ലഭിച്ചു. ഏറെ നേരം കായലിൽ പരിശോധന നടത്തിയെങ്കിലും മൊബൈൽ കണ്ടെടുക്കാനായില്ല. തിരച്ചിൽ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടെ സുനിൽകുമാറിന്റെ സുഹൃത്തും മനുവിന്റെ അമ്പലപ്പുഴയിലെ വീട്ടിൽ നിന്നും ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും പോലീസിന് ലഭിച്ചു. കക്കാഴത്തെ മനുവിന്റെ വീട്ടിൽ സുനിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോഴായിരുന്നു ഇവ ലഭിച്ചത്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൃത്യത്തിന് ശേഷം അമ്പലപ്പുഴയിലെത്തിയ പ്രതികൾ മനുവിന്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികൾ മനുവുമൊത്തുപോയ കടൽ തീരത്തും ഇരുവരെയും എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ പ്രതികളെ കാണാനും മറ്റുമായി നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. സുനിൽകുമാർ സ്വർണ്ണമാല പണയം വെച്ച കായംകുളത്തെ സ്വകാര്യ ബാങ്കിൽ നിന്നും രേഖകളും സ്വർണ്ണമാലയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി, ആലപ്പുഴ. മാനഭംഗപ്പെടുത്തുമെന്ന് ABVP ഭീഷണി മുഴക്കിയ കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ദില്ലി വിട്ടു. ABVPക്കെതിരെ ദില്ലിയിൽ കോളേജുകളിൽ നടക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറുന്നതായും ഗുർമെഹർ കൗർ ട്വീറ്റ് ചെയ്തു. എന്നാൽ ഭീഷണിക്ക് വഴങ്ങിയല്ല പിന്മാറുന്നത്. ABVPക്കെതിരായ സമരം വിജയിപ്പിക്കണമെന്നും അവർ ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം ഗുർമെഹർ കൗറിന് പിന്തുണയുമായി ദില്ലിയിൽ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. ക്യാമ്പസ് അക്കാദമിക്ക് സ്വാതന്ത്ര്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഗുർമെഹർ കൗറിന് നേരെയുണ്ടായ ABVP ഭീഷണിയെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. ഗുർമെഹറിന് നേരെയുണ്ടായ കേന്ദ്രമന്ത്രിമാരുടെ പരാമർശം ഗൗരവമായി കാണണം. ക്യാമ്പസ് ജനാധിപത്യം സംരക്ഷിക്കാൻ മാർച്ച് 6 മുതൽ 10 വരെ രാജ്യമെമ്പാടുമുള്ള കലാലയങ്ങളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുമെന്നും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് കോഴിക്കോട്ട് പറഞ്ഞു.